സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. JD's കറണ്ട് അഫേഴ്സ് ഒരാഴ്ചയിൽ ഏതാണ്ട് 50ഓളം കറണ്ട് അഫേഴ്സ് ആണ് വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ഇനിയുള്ള ഞായറാഴ്ചകളിൽ JD's കറണ്ട് അഫേഴ്സ് ഒരു 20ഓളം കറണ്ട് അഫേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ ടെസ്റ്റ് എന്ന നിലയിൽ എത്തിക്കുന്നു. ഈ ടെസ്റ്റിലൂടെ കറണ്ട് അഫേഴ്സ് എത്രത്തോളം അപ്ഡേറ്റ് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. 26 ജൂൺ 2021 മുതൽ 3 ജൂലൈ 2021 വരെയുള്ള കറണ്ട് അഫേഴ്സ് നിന്ന് 20ഓളം കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അവസാനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിലൂടെ നമ്മളുടെ കറണ്ട് അഫേഴ്സിന്റെ അപ്ഡേഷൻസ് എവിടം വരെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് എയർഫീൽഡ് ഓഫ് അഫ്ഗാനിസ്ഥാൻ, the epicenter of the US war against Al-Qaeda, have been handed over to Afghan forces? ആൽഖ്വയ്ദക്കെതിരായ US യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായ അഫ്ഗാനിസ്ഥാനിലെ ഏത് എയർഫീൽഡ് അഫ്ഗാൻ സേനയ്ക്ക് കൈമാറി? Question number 2. Which shipyard of India did Defense Minister review the progress of construction of the first indigenous aircraft carrier on 25 June? 2021 ജൂൺ 25 ആദ്യത്തെ തദ്ദേശീയ വിമാന വാഹനക്കപ്പലിന്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ഇന്ത്യയിലെ ഏത് കപ്പൽശാലയിലാണ് അവലോകനം നടത്തിയത്? Question number 3. Where did Indian President Ramnath Kovind travel by train from Delhi for a 5-day state visit on 25 June 2021? 2021 ജൂൺ 25 5 ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ദില്ലിയിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്തത് ഏത് സ്ഥലത്തേക്കാണ്? Question number 4. Who has become the first Chinese man to qualify for Wimbledon in the qualifiers on 24 June 2021? 2021 ജൂൺ 24 യോഗ്യതാ മത്സരങ്ങളിൽ വിംബിൾഡണിലേക്ക് യോഗ്യത നേടിയ ആദ്യത്തെ ചൈനക്കാരൻ ആരാണ്? Question number 5. Who became the first ever Indian swimmer to breach the Olympic qualification time in the men's 200-meter butterfly? പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ ഒളിമ്പിക് യോഗ്യതാ സമയം മറികടന്ന ആദ്യത്തെ ഇന്ത്യൻ നീന്തൽ താരം ആരാണ്? Question number 6. Which film of Jairaj has received the award for the best script at Cheboksary International Film Festival? ചെബോക്സറി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ജയരാജിന്റെ ഏത് ചിത്രത്തിന് ലഭിച്ചു? Question number 7. The first drone attack in the country suspected to have dropped and detonated 2 explosive devices at which Air Force station? രാജ്യത്ത് നടന്ന ആദ്യത്തെ ഡ്രോൺ ആക്രമണം ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് സ്ഫോടക വസ്തുക്കൾ ഇട്ട് സ്ഫോടനം നടത്തിയെന്ന് സംശയിക്കുന്നത്?
Question number 8. What is the name of the e-filing portal of the Income Tax Appellate Tribunal which launched on 25 June 2021? 2021 ജൂൺ 25 ആരംഭിച്ച ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ ഇ ഫയലിംഗ് പോർട്ടലിന്റെ പേരെന്താണ്? Question number 9. From which range DRDO successfully flight tested a new generation nuclear capable ballistic missile Agni on 28 June 2021? 2021 ജൂൺ 28 DRDO ന്യൂ ജനറേഷൻ ന്യൂക്ലിയർ ശേഷിയുള്ള ബാലസ്റ്റിക് മിസൈൽ അഗ്നി പരീക്ഷിച്ചത് ഏത് റേഞ്ചിൽ നിന്നാണ്? Question number 10. Name of the former Indian Prime Minister whose 100th birth anniversary was observed on June 28, 2021. ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികം 2021 ജൂൺ 28 ആചരിച്ചത്? Question number 11. Which vaccine will be the fourth COVID-19 jab to be available in India after Covishield, Covaxin and Sputnik? കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിൽ ലഭ്യമാകുന്ന 4ാമത്തെ COVID-19 ജാബ് ഏത് വാക്സിൻ ആയിരിക്കും? Question number 12. What is the name of Asia's longest and world fifth longest high-speed track for automobiles which was inaugurated in India? ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ലോകത്തിലെ 5ാമത്തെ ദൈർഘ്യമേറിയതുമായ ഹൈസ്പീഡ് ട്രാക്കിന്റെ പേരെന്താണ്? Question number 13. Who has been appointed as the State Police Chief of Kerala? ആരാണ് കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടത്? Question number 14. Who has become the world's youngest grandmaster on 30th June 2021? 2021 ജൂൺ 30 ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത്? Question number 15. Who has been selected for the കുവംബു രാഷ്ട്രീയ പുരസ്കാർ 2020? കുവംബു രാഷ്ട്രീയ പുരസ്കാർ 2020 ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? Question number 16. As per the report of the UDISC Plus, which is the only state had more than 90% of functional computer facility? UDISC പ്ലസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 90%-ലധികം പ്രവർത്തനത്തിലുള്ള കമ്പ്യൂട്ടർ സൗകര്യമുള്ള ഏക സംസ്ഥാനം ഏതാണ്? Question number 17.
What is the Czech Prime Minister's name who took part in a chess tournament to support Kerala's COVID preventive efforts? കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്ത ചെക്ക് പ്രധാനമന്ത്രിയുടെ പേര് എന്താണ്? Question number 18. Name of the first Indian male athlete from Malappuram to qualify to participate in the 400-meter hurdles in the Olympics. ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹേർഡിൽസിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ മലപ്പുറത്തു നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പുരുഷ അത്ലറ്റിന്റെ പേര്? Question number 19. Who has become the first Indian female swimmer to qualify for Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ നീന്തൽ താരം ആരാണ്? Question number 20. What is the new maximum temperature that has been recorded in Antarctica? അന്റാർട്ടിക്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ പരമാവധി താപനില എത്രയാണ്? നമ്മളിന്ന് ഒരാഴ്ചയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ ഒരു ക്വിസ് മെത്തേഡിൽ ഇവാലുവേറ്റ് ചെയ്തത്. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഫലപ്രദമാകുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഇടണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.